പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ തിരുവചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ മഹനീയ നാമത്തിൽ വന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. അരാം സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വരുന്ന വഴികളെല്ലാം ഇസ്രായേൽ രാജാവ് നേരത്തെ തന്നെ പ്രവാചകനായിരിക്കുന്ന ഏലീശയിൽ നിന്ന് ഗ്രഹിക്കുകയും വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്തു. ഇത് പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടപ്പോൾ അരാം രാജാവിന്റെ മനം കലങ്ങുകയും തന്റെ സൈന്യത്തിലുള്ളവരെ വിളിച്ച് അവരോട് ചോദിച്ചു, ഇസ്രായേൽ രാജാവിന് നമ്മുടെ രഹസ്യങ്ങളെ ചോർത്തിക്കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അരാം സൈന്യത്തിലെ ഒരു സൈനികൻ ഇങ്ങനെ പറഞ്ഞു: പ്രഭുവേ, ഞങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്നവരല്ല. നമ്മുടെ രഹസ്യങ്ങൾ ഇസ്രായേൽ രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവാചകൻ അങ്ങ് ഇസ്രായേലിലുണ്ട്. ദൈവപുരുഷനായ ഏലീശയാണ് നമ്മുടെ രഹസ്യങ്ങളെല്ലാം ഇസ്രായേൽ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേട്ട് അരിശം പൂണ്ട അരാം രാജാവ് ഏലീശയെ പിടിക്കേണ്ടതിന് വേണ്ടി സൈന്യത്തെ പറഞ്ഞയക്കുകയും ഇസ്രായേൽ പാളയം അരാം സൈന്യം വളയുകയും ചെയ്തു. ഏലീശയുടെ ശിഷ്യൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ പട്ടണം അരാം സൈന്യം വളഞ്ഞിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ട് ഏലീശയുടെ അടുക്കൽ ഓടിച്ചെന്ന് കാര്യം ബോധിപ്പിച്ചപ്പോൾ ഏലീശ തിരിച്ച് തന്റെ ഭൃത്യനോട് പറഞ്ഞ കാര്യമാണ് നാം തുടക്കത്തിൽ വായിച്ചത്: നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. ഏലീശ ഈ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അരാം സൈന്യം അന്ധരായി തീരുകയും ചെയ്തു. ഇസ്രായേലിന് അരാമിയുടെ മേൽ വലിയ വിജയം ദൈവം ഒരുക്കി. തിരുവചനത്തിൽ വായിക്കുന്നു, പിന്നീട് ഒരിക്കലും അരാം സൈന്യം ഇസ്രായേലിനെതിരെ വന്നിട്ടില്ല എന്ന്. പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വിടുതലിന്റെ മാർഗം എത്രയോ വലുതാണ്. അത് ശത്രു ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ മാർഗത്തെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളെയും മാർഗത്തെയും ആരെല്ലാം തടസ്സം നിന്നാലും ഭയപ്പെടേണ്ട. ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. ദൈവിക പദ്ധതികളെയും വഴികളെയും തടുക്കുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവികമായിരിക്കുന്ന ആ വലിയ വിടുതലിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ നിങ്ങളേവരെയും കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.